Design of concrete structures 2 C304. The topic is design of retaining wall. I am Devika Krishnan, S6 Civil, SNAT, Adur. We are going to discuss about retaining wall and design of retaining wall. What is retaining wall? Retaining walls are used to retain earth or other loose materials. These walls are commonly constructed in the following cases. In the construction of building basements, as abutment in bridge construction, the construction of embankments. The materials which is retained from the retaining wall is called backfill or earthfill. അതായത് ആസ് എ സിവിൽ എഞ്ചിനീയർ ഒരു സൈറ്റ് വർക്കിന് പോയി സൈറ്റ് സ്റ്റഡി ചെയ്യുമ്പോൾ അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് വളരെ സ്റ്റീപ്പാണെങ്കിൽ അവിടുത്തെ എർത്ത് മെറ്റീരിയൽസിന് റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും. ഹെവി റെയിൻ ലൈക്ക് ക്ലൈമറ്റ് വരുമ്പോൾ ആ എർത്ത് ഓർ ലൂസ് മെറ്റീരിയൽസിന് ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി വരും. ബട്ട് വി ഹാവ് ടു പ്രിവെൻറ്റ് ദ ഫ്ലോ ഓഫ് എർത്ത് മെറ്റീരിയൽ. സ്ലോപ്പിൽ ഉള്ള എർത്ത് മെറ്റീരിയൽസിനെ അവിടെ തന്നെ റീറ്റെയിൻ ചെയ്ത് നിർത്താൻ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. അതാണ് റീറ്റെയിനിങ് വാൾ. ദ റീറ്റെയിനിങ് വാൾ കൺസ്ട്രക്റ്റ് ചെയ്ത് റീറ്റെയിൻ ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് ബാക്ക് ഫിൽ അല്ലെങ്കിൽ എർത്ത് ഫിൽ എന്ന് പറയുന്നത്. അതാണ് റീറ്റെയിനിങ് വാൾ. ദെൻ ടൈപ്സ് ഓഫ് റീറ്റെയിനിങ് വാൾ. ഗ്രാവിറ്റി റീറ്റെയിനിങ് വാൾ ഉണ്ട്, കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ ഉണ്ട്, കൗണ്ടർഫോർട്ട് റീറ്റെയിനിങ് വാൾ ഉണ്ട്, ബട്ട്രസ് റീറ്റെയിനിങ് വാൾ ഉണ്ട്. ഇതാണ് ഫിഗേഴ്സ്. ഗ്രാവിറ്റി റീറ്റെയിനിങ് വാൾ, കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ ടി ഷേപ്പ് ഉണ്ട്, എൽ ഷേപ്പ് ഉണ്ട്, കൗണ്ടർഫോർട്ട് റീറ്റെയിനിങ് വാൾ, ബട്ട്രസ് റീറ്റെയിനിങ് വാൾ. ഇതാണ് അതിൻ്റെ ഫിഗേഴ്സ്. ദെൻ ഡിസൈൻ ഓഫ് റീറ്റെയിനിങ് വാൾ. ക്വസ്റ്റ്യൻ: ഡിസൈൻ എ കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ to retain horizontal earthen embankment of height 4 meter above ground level. The earthen backfill having density of 80 kN per meter cube. Angle of internal friction 30 degree. The safe bearing capacity is 180 kN per meter square. The coefficient of friction between soil and concrete is assumed to be 0.45. Use M20 concrete and Fe415 steel. Solution ആദ്യമേ given datas എല്ലാം എഴുതാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് given data. ഫൈ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ആണ് ഫൈ എന്ന് പറയുന്നത്. അത് 30 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. യൂണിറ്റ് വെയ്റ്റ് ഗാമ ഈസ് ഇക്വൽ ടു 80 kN per meter cube. H 4 മീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഈസ് 180 kN per meter square. അത് അതിനെ ക്യൂ നോട്ട് ആണെന്നും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. മ്യൂ ഈസ് ഇക്വൽ ടു 0.45. എഫ് സി കെ എന്ന് പറയുന്നത് 20 N/mm². എഫ് ഐ എന്ന് പറയുന്നത് 415 N/mm². The second step is coefficient of active earth pressure Ka. Ka is equal to 1 minus sin phi divided by 1 plus sin phi. ഫൈയുടെ വാല്യൂ നമുക്കറിയാം 30 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് സൈൻ 30 ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ 30 0.33 എന്ന് ആൻസർ കിട്ടും. തേർഡ് സ്റ്റെപ്പ് ഈസ് മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എച്ച് മിനിമം. എച്ച് മിനിമം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എച്ച് മിനിമം ഈസ് ഇക്വൽ ടു 1 minus sin phi divided by 1 plus sin phi the whole square into q naught divided by gamma. 1 minus sin phi എന്ന് പറയുന്നത് 30 ആണ്. 1 minus sin 30 divided by 1 plus sin 30 the whole square into q naught എന്ന് പറയുന്നത് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി 180 divided by gamma എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ നമുക്ക് 1.11 എന്ന ആൻസർ കിട്ടും. അതിന് നമുക്ക് 1.2 മീറ്റർ എന്നെടുക്കാം. ദെൻ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ റീറ്റെയിനിങ് വാൾ ക്യാപിറ്റൽ എച്ച് കണ്ടുപിടിക്കാൻ ക്യാപിറ്റൽ എച്ച് ഈസ് ഇക്വൽ ടു സ്മോൾ എച്ച് പ്ലസ് എച്ച് മിനിമം. അതായത് 4 മീറ്ററും 2.1 മീറ്ററും നമുക്ക് തന്നിട്ടുണ്ട്. സോ അതിൻ്റെ ആൻസർ 5.2 മീറ്റർ എന്ന് ക്യാപിറ്റൽ എച്ചിൻ്റെ വാല്യൂ കിട്ടും. ഇനി നമുക്ക് ഇപ്പോൾ കിട്ടിയ എച്ചിൻ്റെ വാല്യൂസ് എല്ലാം ഈ ഫിഗർ റീറ്റെയിനിങ് വാളിൻ്റെ ഫിഗറിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5.2 മീറ്ററും പിന്നെ ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഇതാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്നും ബേസ് സ്ലാബിൻ്റെ ബോട്ടം വരെ ഉള്ളതാണ് 1.2 മീറ്റർ എച്ച് മിനിമം എന്നും തന്നിട്ടുണ്ട്. അതുമാത്രം നമ്മൾ ആദ്യമേ അടയാളപ്പെടുത്തിയാൽ മതി. ബാക്കി വാല്യൂസൊക്കെ നമ്മൾ പിന്നെ കണ്ടുപിടിക്കുന്നതാണ്. ഫോർത്ത് സ്റ്റെപ്പ് ഈസ് പ്രിലിമിനറി ഡയമെൻഷൻസ് ഓഫ് റീറ്റെയിനിങ് വാൾ. ഫസ്റ്റ് വൺ ബേസ് വിഡ്ത്ത് ബി. ഈ ബേസ് വിഡ്ത്ത് ബി എന്ന് പറയുന്നത് വേരീസ് ഫ്രം 0.4 എച്ച് ടു 0.6 എച്ച്. ഇതിനകത്തോട്ട് എച്ചിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2.08 ടു 3.12 വരെയുള്ളൊരു വാല്യൂ ആണ്. അതിനിടയ്ക്കുള്ളൊരു വാല്യൂ ആയിരിക്കും. അല്ലെങ്കിൽ 2.08 തൊട്ട് 3.12 വരെയുള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. സോ നമുക്ക് ബിയുടെ വാല്യൂ അസ്യൂം ചെയ്യാം 2.8 മീറ്റർ ആണ്. ദെൻ ലെങ്ത് ഓഫ് ടോ സ്ലാബ് എന്ന് പറഞ്ഞാൽ 0.3 ബി ടു
0.4 വരെയാണ്. അതിനകത്ത് ഇപ്പോൾ കിട്ടിയ ബീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.84 ടു 1.12 വരെയുള്ളത് ഏതെങ്കിലും വാല്യൂ എടുക്കാം. സോ നമുക്ക് അസ്യൂം ചെയ്യാം 0.85 എന്ന്. അത് നമുക്ക് ഈ ഫിഗറിനകത്ത് അത് എവിടേക്കാണ് 2.8 0.85 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. Then thickness of base slab is assumed to be h/10 to h/15. നമുക്കപ്പോൾ 0.52 to 0.346 എന്ന് കൊടുക്കാം. അപ്പോൾ assume thickness of base slab 0.5 meter. തിക്നെസ് 0.5 നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെമ്മിൻ്റെ തിക്നെസ് ബോട്ടമിലും ടോപ്പിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ കുറവും ഇവിടെ ബോട്ടത്തിൽ കൂടുതലും ആയിരിക്കും. നമുക്ക് 150 350 നമുക്ക് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ 200 450 എടുക്കാം. ഇവിടെ നമ്മൾ 150 to 350 ആണ് എടുത്തേക്കുന്നത്. തിക്നെസ് ഓഫ് വെർട്ടിക്കൽ വാൾ ഓർ സ്റ്റെം എടുക്കുമ്പോൾ പ്രഷർ അറ്റ് ബേസ് ഓഫ് സ്റ്റെം എന്ന് പറയുന്നത് K ഗാമ H ആണ് ഇക്വേഷൻ. അപ്പം K നമുക്കറിയാം 0.33, ഗാമ 18 ഇൻറ്റു H നമ്മൾ എടുക്കുന്നത് ഫുൾ ടോട്ടൽ H അല്ല നമ്മൾ എടുക്കുന്നത്. അതായത് ടോട്ടൽ H എന്ന് പറയുന്നത് 5.2 ആണ്, തിക്നെസ് എന്ന് പറയുന്നത് 0.5. ഈ സ്റ്റെമ്മിൻ്റെ ഹൈറ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് 5.2 മൈനസ് 0.5 ചെയ്യുമ്പോൾ നമുക്ക് 4.7 കിട്ടും. അത് ആ ഹൈറ്റാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. 5.2 മൈനസ് 0.5 ചെയ്യുമ്പോൾ നമുക്ക് 4.7 ഇൻറ്റു 18 ഇൻറ്റു 0.33 ചെയ്യുമ്പം 27.918 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് കിട്ടും. ലാറ്ററൽ ഫോഴ്സ് അറ്റ് ബേസ് ഓഫ് സ്റ്റെം എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു K ഗാമ H ഇൻറ്റു H ആണ്. അപ്പം നമുക്ക് 27.918 എന്ന് പറയുന്നത് K ഗാമ H ആണ്. അതിൻ്റെ കൂടെ ഒരു H/2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 65.607 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ, അതായത് ലാറ്ററൽ ഫോഴ്സ് അറ്റ് ബേസ് ഓഫ് സ്റ്റെമ്മും നമുക്ക് കിട്ടും. മൊമെൻറ്റ് അറ്റ് ബേസ് ഓഫ് സ്റ്റെം എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു K ഗാമ H ഇൻറ്റു H ഇൻറ്റു H/3 ആണ്. നമ്മളിനി ഇതിനകത്തൊരു H/3 കൂടെ ആഡ് ചെയ്താൽ മതി, ബാക്കി ആൻസർ നമുക്ക് കിട്ടിയതാണ്. അപ്പം 65.607 ഇൻറ്റു 4.7 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 102.78 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. ഇനി കണ്ടുപിടിക്കേണ്ട അൾട്ടിമേറ്റ് മൊമെൻറ്റ് അറ്റ് ദ ബേസ് ഓഫ് സ്റ്റെം 1.5 ഇൻറ്റു 102.78, അപ്പോൾ നമുക്ക് 154.17 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. mu is equal to 0.138 FCK BD സ്ക്വയറിനകത്തുനിന്ന് നമ്മൾ എന്തോ ഡി റിക്വേർഡ് കണ്ടുപിടിക്കണം. ഇവിടെ ഡി റിക്വേർഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഡി റിക്വേർഡ് നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. mu നമുക്ക് കിട്ടി, അതായത് അൾട്ടിമേറ്റ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്ന 1.5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. അപ്പം muവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ 154.17 ഇൻറ്റു 10⁻⁶ ഈസ് ഇക്വൽ ടു 0.138 ഇൻറ്റു FCKയുടെ വാല്യൂ 20, ബി നമ്മൾ 1 മീറ്റർ അതായത് 1000 എടുക്കുന്നു, ഡി റിക്വേർഡിൻ്റെ സ്ക്വയർ. നമുക്കപ്പോൾ ഡി റിക്വേർഡ് നമുക്ക് 240 നമുക്ക് എടുക്കാം. അസ്യൂം ആൻ ഇഫക്റ്റീവ് കവർ ഓഫ് 70 നമ്മൾ ഒരു എഫക്റ്റീവ് കവർ 70 ആയിട്ട് എടുക്കുന്നു. ടോട്ടൽ ഡെപ്ത് കണ്ടുപിടിക്കാൻ ഡി റിക്വേർഡ് പ്ലസ് ഇഫക്റ്റീവ് കവർ ഓർ ഡി ഡാഷ് നമ്മൾ എടുക്കുന്നു. 240 + 70 ചെയ്യുമ്പോൾ നമുക്ക് 310 കിട്ടും. നമ്മളിത് 350 ആയിട്ട് അസ്യൂം ചെയ്തു. 350 ആണ് ടോട്ടൽ ഡെപ്ത് റിക്വേർഡ് എടുക്കുന്നത്. ഇനി കണ്ടുപിടിക്കേണ്ടത് ഫിഫ്ത്ത് സ്റ്റെപ്പ്, ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ റിട്ടൈനിങ് വാൾ. ടൈപ്പ് ഓഫ് ഫോഴ്സ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്, പൊസിഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ടോ എൻഡ്, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ടോ എൻഡ്. ഫസ്റ്റ് ഫോഴ്സ് ഈസ് ഓവർടേണിംഗ് ഫോഴ്സ്. അതിൻ്റെ പി എ വെച്ച് കണ്ടുപിടിക്കേണ്ടത് ഹാഫ് ഇൻറ്റു K ഗാമ H ഇൻറ്റു H ആണ്. അപ്പോൾ നമുക്ക് ഹാഫ് ഇൻറ്റു 0.33 ഇൻറ്റു 18 ഇൻറ്റു 5.2 ഇൻറ്റു 5.2, ഇത് ടോട്ടൽ ഹൈറ്റാണ് നമ്മൾ എടുക്കുന്നത്. അത് 18.3 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടി. ഇത് പൊസിഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ടോ എൻഡ് എന്ന് പറയുന്നത് H/3 ആണ്. അപ്പം 5.2/3 അതായത് 1.73. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് കിട്ടുന്നത് 138.919. സെക്കൻഡ് വൺ ഈസ് റീസ്റ്റോറിങ് ഫോഴ്സസ്. അതിൻ്റെ എ പാർട്ടായിട്ട് വെയ്റ്റ് ഓഫ് ബാക്ക് ഫിൽ W1, നമ്മൾ ആ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് W1 എവിടെ ആണെന്ന്. ആ പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അവിടുത്തെ എന്തുവാ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് 18 ഇൻറ്റു 1.6 ഇൻറ്റു 4.7 ആണ്. അത് ഫിഗറിൽ നോക്കുമ്പോൾ മനസ്സിലാകും. അതിൻ്റെ പൊസിഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ടോ എൻഡ് എന്ന് പറയുന്നത് 2.8 - 1.6 ഡിവൈഡ് ബൈ 2 ആണ്.
ഇത് 2 മീറ്റർ എന്ന് കിട്ടും. രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 270.72 എന്ന് ബെൻഡിങ് മൊമെൻറ്റും കിട്ടും. ബി പാർട്ട് വെയ്റ്റ് ഓഫ് ദ സ്റ്റെം. അതിൻ്റെ വെയ്റ്റ് ഓഫ് റെക്റ്റാങ്കുലർ പോർഷനും ഉണ്ട്, വെയ്റ്റ് ഓഫ് ട്രയാങ്കുലർ പോർഷനും ഉണ്ട്. വെയ്റ്റ് ഓഫ് റെക്റ്റാങ്കുലർ പോർഷനകത്ത് 25 × 0.15 × 4.7 ആണ്. അപ്പോൾ നമുക്ക് 17.625 എന്ന് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പൊസിഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ടോയ് എൻഡ് എന്ന് പറഞ്ഞാൽ 0.85 + 0.35 - 0.15 / 2 ചെയ്യുമ്പോൾ നമുക്ക് 1.125 മീറ്റർ എന്ന് കിട്ടി. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൊമെൻറ്റ് കിട്ടും, ബെൻഡിങ് മൊമെൻറ്റ് കിട്ടും, 19.828 എന്ന് കിട്ടും. വെയ്റ്റ് ഓഫ് ട്രയാങ്കുലർ പോർഷനും 25 × 1/2 × 0.2 × 4.7 ആണ്. ഇതിൽ 11.75 എന്ന് കിട്ടും. അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ടോയിൻ്റ് എന്ന് പറഞ്ഞാൽ 2/3 h + 0.85 ആണ്. അപ്പം അതിലെ എച്ച് എന്ന് പറയുന്നത് 0.35 - 0.15 ചെയ്യുമ്പോഴാണ് എച്ച് കിട്ടുന്നത്. അതേ × 2/3 + 0.85 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ നമുക്ക് 0.983 മീറ്റർ എന്ന് കിട്ടി. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 11.55 എന്ന് കിട്ടും. ദെൻ സി എന്ന് പറയുന്നത് വെയ്റ്റ് ഓഫ് ബേസ് ലാബ്. അത് 25 × 2.8 × 0.5 ചെയ്യുമ്പോൾ നമുക്ക് 35. ബേസ് ലാബ് ആയതുകൊണ്ട് 25 ഇട്ട് ഗുണിക്കുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത് 35 എന്ന് കിട്ടി. അപ്പം അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 2.8 / 2 മാത്രം ചെയ്താൽ മതി. അപ്പോൾ 1.4 മീറ്റർ എന്ന് കിട്ടി. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 49 കിട്ടി. ഇതിൽ നിന്ന് പറയാം നമുക്ക് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ സമ്മേഷൻ എടുക്കാം. ഓവർ ടേണിങ് ഫോഴ്സ് അവിടെ ആ ഉദാഹരണം മാത്രമേ ഉള്ളായതുകൊണ്ട് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സം ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഓവർ ടേണിങ് ഫോഴ്സ് ആകുമ്പം നമുക്ക് 138.919 അല്ലാതെ റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ എടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ MR എന്ന് പറയുന്നത് 351.098 എന്നും കിട്ടി. ഇവിടെ സിഗ്മ W എന്ന് പറഞ്ഞാൽ 199.735 എന്ന് നമുക്ക് കിട്ടി. ദെൻ 6th സ്റ്റെപ്പ് ഈസ് സ്റ്റെബിലിറ്റി ചെക്ക്. 1. ഓവർ ടേണിങ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഇക്വൽ ടു 0.9 MR / MO. അതായത് റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെയും ഓവർ ടേണിങ് ഫോഴ്സിൻ്റെയും സമ്മ്, ബെൻഡിങ് മൊമെൻറ്റിൻ്റെ സമ്മിൻ്റെയാണ്. അപ്പോൾ 0.9 × 351.09 / 138.919 ചെയ്യുമ്പോൾ നമുക്ക് 2.27 കിട്ടും. അത് 1.14 ഗ്രേറ്റർ ആയതുകൊണ്ട്, കൂടുതലായതുകൊണ്ട് ഇത് സേഫാണ്. സ്ലൈഡിങ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഇക്വൽ ടു 0.9 FR / FS. അതായത് 0.9 × μ × സിഗ്മ W / PAH. അപ്പോൾ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.9 × 0.45 × 199.735 / 18.3. അപ്പോൾ നമുക്ക് 1.007 കിട്ടും. അപ്പോൾ ലെസ് ദാൻ 1.4 ആയതുകൊണ്ട് ഷിയർ കീ ഹാസ് ടു ബി പ്രൊവൈഡഡ് ടു ഇൻക്രീസ് ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് സ്ലൈഡിങ്. തേർഡ് വൺ ഈസ് ബേസ് പ്രഷർ. ദ റിസൾട്ടൻറ്റ് മൊമെൻറ്റ് അറ്റ് ടോ എന്ന് പറയുന്നത് MR - MO ആണ്. അപ്പം 351.09 - 138.919 ചെയ്യുമ്പോൾ നമുക്ക് 212.17 kN/m എന്ന് കിട്ടി. ഇനി എക്സ് ബാർ കണ്ടുപിടിക്കാൻ. സിഗ്മ M / സിഗ്മ W ഈസ് ഇക്വൽ ടു 212.17 / 199.735 ഈസ് ഇക്വൽ ടു 1.06 മീറ്റർ എന്ന് കിട്ടി. ഇനി എക്സെൻട്രിസിറ്റി E ഈസ് ഇക്വൽ ടു ക്യാപിറ്റൽ B/2 മൈനസ് എക്സ് ബാർ. എക്സ് ബാർ നമുക്കറിയാം 1.06 ആണ്. അപ്പോൾ 2.8 / 2 മൈനസ് 1.06. അതിന് ആൻസർ നമുക്ക് 0.34 മീറ്റർ എന്ന് കിട്ടി. സോ Emax ഈസ് ഇക്വൽ ടു E/6 ഈസ് ഇക്വൽ ടു 0.34 / 6 എന്ന് പറയുന്നത് നമുക്ക് 0.566 എന്ന് കിട്ടി. അതായത് ഈ ലെസ് ദാൻ Emax, അതുകൊണ്ട് ഇത് സേഫാണ്. 7th സ്റ്റെപ്പ് ഈസ് മാക്സിമം പ്രഷർ അറ്റ് ടോ എൻഡ്. Pmax ഈസ് ഇക്വൽ ടു സിഗ്മ W/B × 1 + 6E / B. 199.735 / 2.8 × 1 + 6 × 0.35 / 2.8 ചെയ്യുമ്പോൾ നമുക്ക് 123.3 kN/m² എന്ന് കിട്ടും. ദ ലെസ് ദാൻ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. സോ ഓക്കെ.
Eighth step is minimum pressure at heel end. P minimum is equal to sigma W divided by B into 1 minus 6G divided by B. 199.735 divided by 2.8. 1 minus 6 into 0.35 divided by 2.8. അതായത് ഈയുടെ വാല്യൂ 0.35 ആണ്. അപ്പോൾ നമുക്ക് 17.83 kilonewton per meter square കിട്ടും, which is positive. So, no tension develops anywhere on the base slab. Hence, it's okay. Then, ninth step, design of stem. Capital D is equal to 350 mm. Small d is equal to 350 minus 70, 280 mm. So, maximum moment at base of stem എന്ന് പറയുന്നത് 154.17 kilonewton meter. ഇതൊക്കെ നമുക്ക് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. mu is equal to 0.87 FI AST D into 1 minus FI AST divided by BD FCK. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എ എസ് ടിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനകത്ത് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എ എസ് ടി ഈസ് ഇക്വൽ ടു 1752.62 mm² കിട്ടും. സോ യൂസിങ് 16 mm ഡയമീറ്റർ ബാർ സ്പേസിംഗ് റിക്വയർഡ് ഈസ് ഇക്വൽ ടു 1000 ഇൻറ്റു എ എസ് ടി ഓഫ് 1 ബാർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എ എക്സ് സി. അപ്പം 1000 ഇൻറ്റു π/4 ഇൻറ്റു 16² ഡിവൈഡ് ബൈ 1752.62 ചെയ്യുമ്പോൾ നമുക്ക് 114.25 mm² കിട്ടും. സോ പ്രൊവൈഡ് 60 mm ഡയമീറ്റർ ബാർ. ഡിസ്ട്രിബ്യൂഷൻ റെയിൻഫോഴ്സ്മെൻറ്റ് എ സി ഈസ് ഇക്വൽ ടു നമ്മൾ 0.12% ഓഫ് ബി ഡി എന്ന് അതാണ് അത് വെച്ച് ചെയ്യുമ്പോൾ എ സി ഈസ് ഇക്വൽ ടു 0.12 ഡിവൈഡ് ബൈ 100 ഇൻറ്റു ബി 1000 ഇൻറ്റു 150 പ്ലസ് 350 ഡിവൈഡ് ബൈ 2 ആണ് എടുക്കേണ്ടത്. അപ്പോൾ 300 mm² കിട്ടും. യൂസ് 8 mm ഡയമീറ്റർ ബാസ്. സ്പേസിംഗ് ഈസ് ഇക്വൽ ടു 1000 സ്മോൾ എ എസ് ടി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എ എസ് ടി ഈസ് ഇക്വൽ ടു നമുക്ക് 150 mm ആണ്. നമുക്ക് 167.5 കിട്ടും. നമ്മൾ 150 mm ആയിട്ട് അസ്യൂം ചെയ്ത് എടുക്കും. സോ പ്രൊവൈഡ് 8 mm ഡയമീറ്റർ ബാസ് ഓഫ് 150 mm സെൻറ്റർ ടു സെൻറ്റർ. 10th സ്റ്റെപ്പ് ഈസ് ഡിസൈൻ ഓഫ് ഹീൽ സ്ലാബ്. ഇതാണ് അതിൻ്റെ ഫിഗർ. സെക്ഷൻ 1, 2, 3, 4 4 കൊണ്ട് പി മാക്സും പി മിനിമവും കൊടുത്തിട്ടുണ്ട്. എം ഈസ് ഇക്വൽ ടു അതായത് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ യൂണിറ്റ് വെയ്റ്റ് ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പം യൂണിറ്റ് വെയ്റ്റ് ഗാമ ഇൻറ്റു 1.6 ഇൻറ്റു 4.7 ഇൻറ്റു 1.6 ഡിവൈഡ് ബൈ 2 ആണ്. അത് ഫിഗറിനകത്തുണ്ട്. സെക്ഷൻ 1ൻ്റെ ആണ് പറഞ്ഞത്. സെക്കൻഡ് സെക്ഷനായിട്ട് വരുമ്പം സെക്ഷൻ 2 എടുക്കുകയാണെങ്കിൽ 25 ഇൻറ്റു ആണ് ചെയ്യുന്നത്. അതായത് ബേസ് സ്ലാബിൻ്റെ ആയതുകൊണ്ട് 25 ഇൻറ്റു 1.6 ഇൻറ്റു 0.5 ഇൻറ്റു 1.6 ഡിവൈഡ് ബൈ 2. ഇനി നെഗറ്റീവ് ആണ്. അപ്പം 17.83 ഇൻറ്റു 1.6 ഇൻറ്റു 1.6 ഡിവൈഡ് ബൈ 2. ഇത് തേർഡ് സെക്ഷൻ്റെ ആണ്. മൈനസ് ഫോർത്ത് സെക്ഷൻ്റെ 1/2 ഇൻറ്റു 1.6 ഇൻറ്റു 60 ഇൻറ്റു 1.6 ഡിവൈഡ് ബൈ 3 75.86 kilonewton meter കിട്ടി. എം യു എന്ന് പറയാൻ നമുക്ക് കണ്ടുപിടിക്കാൻ 1.5 കൊണ്ട് ഈ ആൻസറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 1.5 ഇൻറ്റു 75.86 113.79 kilonewton meter കിട്ടി. സോ നമുക്ക് എം യു ഈസ് ഇക്വൽ ടു 0.138 FCK BD² എന്ന ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ഡി റിക്വയർഡ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഡി റിക്വയർഡ് 203.047 mm കിട്ടി. ഇറ്റ് ഈസ് ലെസ് ദാൻ ഡി മൈനസ് ഡി ഡാഷ്. അപ്പോൾ 500 മൈനസ് 70 ഈസ് ഇക്വൽ ടു 430 mm കിട്ടി. സോ ഹെൻസ് ഓക്കെ. എം യു ഈസ് ഇക്വൽ ടു 0.87 FI AST D 1 മൈനസ് AST FI ബൈ ബി ഡി എഫ് സി കെ എന്ന ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് എ എസ് ടിൻ്റെ വാല്യൂവും കിട്ടും. ഇതിനകത്ത് നമ്മൾ ഇൻ്റർപോളേഷൻ വഴിയാണ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. പ്രൊവൈഡ് 12 mm ഡയമീറ്റർ ബാർ സ്പേസിംഗ് 100 AST ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എ എസ് ടി. 100 ഉള്ള 1000 AST ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എ എസ് ടി. 1000 ഇൻറ്റു π/4 ഇൻറ്റു 12² ഡിവൈഡ് ബൈ 760. സോ 148.8 എന്ന് കിട്ടും. നമ്മൾ 140 mm എന്നാണ് എടുക്കുന്നത്. സോ പ്രൊവൈഡ് 12 mm ഡയമീറ്റർ ബാസ് 140 mm സെൻറ്റർ ടു സ്പേസിംഗ് ടോപ്പ് ഫേസ് ഓഫ് ഹീൽ സ്ലാബ്. നമ്മളിവിടെ മൊമെൻറ്റ് കണ്ടുപിടിച്ചപ്പോൾ ഈ 60 കിട്ടിയത് നമ്മൾ എക്സിൻ്റെ വാല്യൂ ആണ് 60. അത് നമ്മൾ ഇൻ്റർപോളേഷൻ ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
ദെൻ AST ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പെർ അവർ 0.12% പേടിയാണ്. 0.12 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 1000 ഇൻറ്റു 500 600 mm² കിട്ടി. യൂസ് 10 mm ഡയമീറ്റർ പെർ സ്പേസിംഗ് റിക്വയർഡ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു സ്മോൾ AST ഡിവൈഡ് ബൈ ക്യാപിറ്റൽ AST. 1000 ഇൻറ്റു π/4 ഇൻറ്റു 10² ഡിവൈഡ് ബൈ 600 ഈസ് ഈക്വൽ ടു 130.89. അതിനെ നമുക്ക് 130 mm എടുക്കാം. Provide 10 mm diameter bars 130 mm center to center. Step 11. Design of toe slab. M is equal to 25 into the base slab ആയതുകൊണ്ട് 25 into 0.85 into 0.5 into 0.85 divided by 2 minus 0.85 into 92.35 into 0.85 divided by 2 minus half into 0.85 into 123.3 minus 92.35 into 2/3 into 0.85. നമ്മൾ വാല്യൂസ് എല്ലാം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 14.8 കിലോമീറ്ററിന് കിട്ടും. സോ MU കണ്ടുപിടിക്കാൻ 1.5 ഇൻറ്റു 14.8 ചെയ്യുമ്പോൾ നമുക്ക് 61.2 kN മീറ്ററിന് കിട്ടി. അപ്പം MUവിൻ്റെ വാല്യൂ നമ്മൾ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം നമുക്ക് ASTൻ്റെ വാല്യൂ കിട്ടും. AST ഈസ് ഈക്വൽ ടു 401.98 mm² കിട്ടി. So provide 10 mm diameter bars at 130 mm center to center in both direction. 12th step is design of shear key. Pressure at a face of shear key is equal to 92.35 kN per meter. The coefficient of passive air pressure അതായത് KP കണ്ടുപിടിക്കാൻ is equal to 1 plus sin phi divided by 1 minus sin phi. ഫൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്നാണ് ആൻസർ കിട്ടുന്നത്. Let the depth of shear key be a resistance offered by shear key is equal to Kp into pressure at the face of shear key into depth of shear key 3 into 92.35 into A. So നമുക്ക് ആൻസർ 277.05 എന്ന് കിട്ടും. Factor of safety in the equation. Factor of safety is equal to 0.9 into mu into sigma W plus resistance divided by PA. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1.4 എന്ന് ആൻസർ കിട്ടും. സോ A is equal to 118 mm. അതിനെ നമുക്ക് 200 mm എടുക്കാം. സോ പ്രൊവൈഡ് ഷിയർ കീ ഓഫ് സൈസ് 200 mm into 200 mm. അതായത് ഷിയർ കീൻ്റെ സൈസ് എന്ന് പറയുന്നത് 200/200 ആയിരിക്കും. ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡീറ്റെയിലിംഗ്. സെക്ഷൻ ഇതാണ് കൊടുത്തിരിക്കുന്നത്. 60 mm ഡയമീറ്റേഴ്സ് അറ്റ് 400 mm സെൻറ്റർ ടു സെൻറ്റർ, 8 mm അറ്റ് 150 mm സെൻറ്റർ ടു സെൻറ്റർ, 60 mm, 12 mm അറ്റ് 150 mm സെൻറ്റർ ടു സെൻറ്റർ. ഇത് 1.6 മീറ്റർ, അതായത് 8.5 മീറ്റർ, 350 100 mm വീതമാണിത്. ഇതാണ് ഡീറ്റെയിൽ. എല്ലാവർക്കും താങ്ക് യു.